ശ്രീ സി ഷുക്കൂർ, ഇത്രയധികം മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു, ഒരു രാത്രി ഇരുട്ടി വെളുത്തിരിക്കുന്നു. പക്ഷേ നമ്മുടെ സിസ്റ്റത്തിനോ നമ്മുടെ സ്റ്റേറ്റിനോ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും പിടികൂടാൻ കഴിയാത്ത എന്തു പരിചയമായിരിക്കും സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു നടനുണ്ടാവുക? അല്ല, ഞാൻ വിചാരിക്കുന്നത് പോലീസ് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് പിടിക്കുന്നത് തന്നെയാണ്. പോലീസ് ഈ കാര്യത്തിൽ വീഴ്ച, ഇന്നലെ അദ്ദേഹത്തെ സർവൈലൻസ് ഉണ്ടാക്കിയില്ല എന്നുള്ളൊരു വീഴ്ച സ്വാഭാവികമായിട്ടും പോലീസിനുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത്, നേരത്തെ ഇത്തരം പരാതികൾ ഉയർന്ന സമയത്ത് എറണാകുളം സെഷൻസ് കോർട്ട് അത്തരം പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഇത് നേരത്തെ 3-4 സിനിമാ താരങ്ങൾക്ക് എറണാകുളം സെഷൻസ് കോർട്ട് ജാമ്യം അനുവദിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു കൺസെപ്ഷൻ ഈ കാര്യത്തിൽ പോലീസിനുണ്ടാകുന്ന സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ സാധാരണഗതിയിൽ 376 പോലുള്ള ഗുരുതരമായ കുറ്റകൃത്യം നടന്ന, പ്രത്യേകിച്ച് ഹൈലി പ്രിവിലേജ്ഡ് ആയ ആൾക്കാരുടെ കേസുകൾ വരുന്ന സമയത്ത് ഹൈക്കോടതികൾ അല്ലെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് മുൻകൂർ ജാമ്യം കൊടുക്കുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നില്ല. എന്നാൽ വിജയൻ ബാബുവിന്റെ കേസിലും എൽദോസ് കുന്നപ്പള്ളിയുടെ കേസിലുമാണ് കേരള ഹൈക്കോടതി ഇത്തരം പ്രധാനപ്പെട്ട 2 ജാമ്യം നൽകിയത്. അതിനുശേഷം എറണാകുളം സെഷൻസ് കോർട്ടും പലർക്കും ജാമ്യം നൽകുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ ആ ഒരു തെറ്റായ ഒരു ധാരണപ്പുറത്താണ് പോലീസ് ഇദ്ദേഹത്തെ സർവൈലൻസ് ചെയ്യുന്നതിൽ വീഴ്ച പറ്റിയെന്ന കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാലും കേരള പോലീസ് വളരെ വിജിലന്റ് ആയി ഈ കാര്യത്തിൽ. അദ്ദേഹം എവിടെ പോയി മുങ്ങിയാലും പിടിച്ചു കൊണ്ടുവരുന്നത് തന്നെയാണ് കേരള പോലീസിനെ അറിയുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുക. മറ്റെല്ലാ പോലീസിനേക്കാൾ മികച്ച ഒരു സാഹചര്യം കേരള പോലീസ് ഈ കാര്യത്തിലുണ്ട്. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന് ഒളിച്ചു നിൽക്കാൻ കഴിയില്ല. കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും അറിയുന്ന, അല്ലെങ്കിൽ സമൂഹത്തിലെ എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് സിദ്ദീഖ് എന്നതാണ്. നമ്മുടെ എല്ലാവരുടെയും എല്ലാ ദിവസവും നമ്മളൊക്കെ കാണുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ മുഖമോ അല്ലെങ്കിൽ രൂപമോ. ബിനിൽ കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുകയായിരുന്നു, ദിലീപിന്റെ 2ാമത്തെ കേസിൽ അദ്ദേഹത്തിന്റെ ജാമ്യം തള്ളുന്ന സമയത്ത് പോലീസ് എടുത്ത ഒരു മുൻകരുതൽ, കോടതിയിൽ നിന്ന് വിധി വന്നാൽ ഉടൻ അറസ്റ്റ് നടപടികൾക്കുള്ള എല്ലാ മുൻകരുതലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അന്നത്തെ നമുക്ക് ദൃശ്യമായ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അഡ്വക്കേറ്റ് സി ഷുക്കൂർ, നമ്മുടെ ഒരു കോമൺ സെൻസിന്റെ ഭാഗമാണല്ലോ ഈ പറയുന്ന മറ്റ് നടന്മാർക്കൊക്കെ മുൻകൂർ ജാമ്യാപേക്ഷ കിട്ടിയത് കൊണ്ട് ഒരു പക്ഷെ സിദ്ദിഖിനും കിട്ടിയേക്കാം എന്ന ഒരു മെല്ലപ്പോക്ക്, അല്ലെങ്കിൽ ഒരു ലാഘവത്വം പോലീസ് സ്വീകരിച്ചു എന്നുള്ളത്. പക്ഷെ പോലീസിന് കൃത്യമായിട്ട് അറിയാം, അല്ലെ, SITക്ക് കൃത്യമായിട്ട് അറിയാം ഈ കേസുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ് സിദ്ദിഖിന്റെ കേസിലുള്ളത് എന്ന്. തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, പോലീസിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുള്ള കാര്യത്തിൽ 2 അഭിപ്രായം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും പോലീസ് സർവൈലൻസ് വെക്കാത്തതും അദ്ദേഹത്തിന്റെ മൂവ്മെന്റ് നിരീക്ഷിക്കാത്തതും അദ്ദേഹത്തിന്റെ പിന്നാലെ പോകാത്ത ഗുരുതരമായ വീഴ്ച തന്നെയാണ്. ഇത്തരം കേസുകൾ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. മാത്രമല്ല, ഡിജിറ്റൽ തെളിവുകൾ അടക്കം നശിപ്പിക്കപ്പെട്ടു എന്നൊരു ആരോപണം ഇരയാക്കപ്പെട്ട കുട്ടി ഉന്നയിക്കുന്നത് വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണ്. പക്ഷെ എന്നാലും കേരള പോലീസിന് അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി വലിയ സമയം, ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് അദ്ദേഹത്തെ പിടിക്കുമെന്നതിന്റെ പ്രതീക്ഷയാണ് എനിക്കുള്ളത്. കേരള പോലീസിനെ അറിയുന്നത് നമുക്കത് നിഷേധിക്കാൻ കഴിയില്ല. ശരി, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് സി